ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മയോണൈസ് ചിക്കനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് മയോണൈസ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയിട്ടാണ് നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ മയോണൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ കോഴിമുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പുഴുങ്ങിയ കോഴിമുട്ട എടുത്ത് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സി ഓണാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് അല്ല കേട്ടോ വേണ്ടത്, ഒന്ന് ചെറിയൊരു ലൂസായിട്ടുള്ള അങ്ങനത്തെ മയോണൈസാട്ടോ വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 കിലോ വെച്ചിട്ട് ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഒരു കോഴിമുട്ടൻ്റെ മയോണൈസൊക്കെ മതിയാവും കേട്ടോ. അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതാ നമ്മുടെ മയോണൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ലൂസ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മയോണൈസ് കിട്ടേണ്ടത്. ഇനി നമുക്ക് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതേ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഒരു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ തൈരിൽ ഇതേപോലെ നമ്മൾ ചിക്കൻ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതേപോലെ തൈരിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നമ്മൾ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കൽ. അപ്പോൾ അതാ നല്ല കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബട്ടർ ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ആ ടേസ്റ്റ് കിട്ടുമ്പോൾ ഒന്നും കൂടി നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഓയിൽ മാത്രം വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ബട്ടറും ഓയിലും ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില മാത്രമേ ഉള്ളൂ, പുതിന ഇല്ല. മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് 2 സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്യുന്ന മെഷീനിലിട്ടിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചെറിയതാക്കിയിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പുറത്ത് നല്ല മഴ കേട്ടോ, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അത് നമ്മുടെ സവാളൊക്കെ ഒന്നിങ്ങനെ വഴണ്ടി വരുമ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് അരച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചതച്ചെടുത്തതല്ല, നല്ല രീതിയിൽ തന്നെ അരച്ച് തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ പാക്കറ്റിൽ 2 കട്ട ഉണ്ടാവുക, അതിലൊരു കട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടി അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പച്ചമുളക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറി എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. ഇങ്ങോട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ വെള്ളത്തോട് തന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. തൈരിൻ്റെ ഒക്കെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അതോട് തന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം, നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം എടുത്ത് ഒഴിച്ചതാട്ടോ. മയോണൈസ് ഉണ്ടാക്കിയ ആ ജാറിൽ തന്നെ വെള്ളം എടുത്ത് ഒഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊരു പാലിൻ്റെ കളർ പോലെ തോന്നുന്നത്. ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളൊരു സാധാ ഒരു ഗരം മസാല ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, ഇത് 3ഉം കൂടി മാത്രം മിക്സ് ചെയ്ത് പൊടിച്ചെടുത്ത ഗരം മസാല ആയിട്ടാണ്. നമ്മൾ ജാതിക്ക അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ആ ഒരു രീതിയിലുള്ള ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹോൾ സ്പൈസസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാ ചിക്കൻ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ വെന്തിക്കണമെന്നൊന്ന് നോക്കാം.
നമ്മുടെ പൊറോട്ടയുടെ ചപ്പാത്തിയുടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ കറി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉണ്ടാക്കാനും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ 1 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി നല്ലൊരു തിക്കായിട്ട് ഇരിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് കിട്ടുക, നല്ല ലൂസായിട്ടുള്ള അങ്ങനത്തെ കറിയല്ല കേട്ടോ, നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്കും വെള്ളപ്പത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായി സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറി അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസ് ചേർക്കുമ്പോൾ തീ വളരെ കുറച്ചാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മയോണൈസ് ചേർത്ത പാടിനെ സ്പൂണ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മയോണൈസ് ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പലരും പല രീതിയിലാട്ടോ അത് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.